സ്നേഹമുള്ളവരെ, കോട്ടപ്പുറം രൂപതയിലെ ചരിത്രപ്രസിദ്ധമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ സമ്പാളൂർ തീർത്ഥാടന കേന്ദ്രത്തിലാണ് നമ്മളായിരിക്കുക. സമ്പാളൂർ ഈ പുണ്യഭൂമി കേരളത്തിൽ തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു പുണ്യസ്ഥലമാണ്. ഇവിടെയാണ് രണ്ടാമത്തെ പ്രസ് ആരംഭിച്ചതും ആ അച്ചടി പ്രസ്സിലൂടെ തമിഴ് ഭാഷയിലും മലയാളം ഭാഷയിലുമെല്ലാം ധാരാളം സാഹിത്യവും അതോടൊപ്പം തന്നെ വിശുദ്ധന്മാരുടെ ജീവചരിത്രമെല്ലാം രചിക്കപ്പെട്ട അച്ചടിച്ച് എല്ലാവരിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ച വളരെ ചരിത്ര പ്രാധാന്യമായ പ്രസ് ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സെമിനാരിയിൽ പഠിപ്പിച്ച പ്രൊഫസറായിരുന്നു വിശുദ്ധ ജോൺ ബ്രിട്ടോ. അദ്ദേഹം ബലിയർപ്പിച്ച ബലിവേദിയുടെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുക വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും വിശുദ്ധ ജോൺ ബ്രിട്ടോയും അതോടൊപ്പം ഒത്തിരി വിശുദ്ധന്മാരുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇത്ര പ്രാധാന്യമേറിയ മറ്റൊരു സ്ഥലം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഈ ദേവാലയത്തിൽ 2 വിശുദ്ധരുടെ പാദസ്പർശം ഏറ്റിട്ടുണ്ട്. ഫ്രാൻസിസ് സേവ്യറിന് ശേഷം പിന്നീട് വിശുദ്ധ ജോൺ ബ്രിട്ടോ, അദ്ദേഹം ഈ ഒരു മണ്ണിൽ താമസിച്ച് ഇവിടെ ഉണ്ടായിരുന്ന സെൻറ്റ് പോൾ സെമിനാരിയിൽ പഠിപ്പിച്ച് അദ്ദേഹം ബലിയർപ്പിച്ച ബലിപീഠമാണ് എൻ്റെ പിന്നിൽ ഇവിടെ കാണുന്നത്. വിശുദ്ധ ജോൺ ബ്രിട്ടോ അദ്ദേഹം ഈ ഒരു ബലിപീഠത്തിൽ, പള്ളിയോട് ചേർന്നുള്ള ഈ ഒരു ബലിപീഠത്തിൽ ബലി അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുകയായിരുന്നു. അത് തമിഴ്നാട്ടിലുള്ള ഓരിയൂരിൽ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുന്നത്. അവിടെ നിന്നുള്ള ആ ഒരു ചുമന്ന മണ്ണ് ഇപ്പോൾ ഈ കാണുന്ന ഈ രൂപത്തിന് താഴെ വിരിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ വർഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ 1647 ലിസ്ബണിലാണ് മാർച്ച് 1 അദ്ദേഹം ജനിക്കുന്നത്. അതിനുശേഷം 1673-74 കാലഘട്ടത്തിൽ സമ്പാളൂർ ആശ്രമത്തിൽ അദ്ദേഹം താമസിച്ചു, ഇവിടെ സേവനം ചെയ്തു. തുടർന്ന് 1693 ഫെബ്രുവരി 4 തീയതിയാണ് തമിഴ്നാട്ടിലെ ഓരിയൂരിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുന്നത്. 1600കളിൽ പണിത ആ ഒരു പഴയ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ ഒരു മുകൾ ഭാഗമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് നിർമ്മിച്ച ആ ഒരു ഭാഗം ഇപ്പോഴും ഇവിടെ ഒരു ചരിത്ര സ്മാരകമായി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. നമുക്കിവിടെ വരുമ്പോൾ കാണാം അന്ന് ബലിയർപ്പിച്ച ഒരു അൾത്താരയുടെ, എനിക്ക് തോന്നുന്നു രൂപക്കൂട്, ഇവിടെ നമുക്ക് അതിൻ്റെ ഉള്ളൊരു ഭാഗം കാണാം, രൂപക്കൂട്. ഒപ്പം ഈ ഒരു ചെത്ത് കല്ലിൽ തന്നെ നിർമ്മിച്ച, ചെളി കൊണ്ട് ചെത്ത് കല്ലിൽ നിർമ്മിച്ച ആ ഒരു ദേവാലയത്തിൻ്റെ അൾത്താര. ഇതിൻ്റെ ദേവാലയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു ഭൂമിക്കടിയിലായിട്ട് നമുക്ക് കാണാം. ഇതൊരു സിംതേരിയുടെ അടുത്തും കൂടിയാണ്. ഇതിന് താഴെയാണ് ഒരുപാട് പേരെ അടക്കിയിട്ടുള്ളത്. അതായത് ഒരുപാട് പുണ്യാത്മാക്കൾ കത്തോലിക്ക സഭയിൽ ജസ്യൂട്ട് വൈദികരായിട്ട് അന്നത്തെ കാലത്ത് 1600കളിൽ ഇവിടെ കേരളത്തിൽ വന്ന് ഇവിടെ സുവിശേഷം പ്രസംഗിച്ച് സേവനം ചെയ്ത ഒരുപാട് വിശുദ്ധാത്മാക്കളെ അടക്കിയ കല്ലറകൾ ഈ ഒരു ഭൂമിയുടെ അടിയിൽ നിന്ന് പിന്നീട് കുഴിച്ചെടുക്കുകയുണ്ടായി. അതിന് താഴെ തന്നെ നമുക്ക് ഈ ഒരു ദേവാലയത്തിൻ്റെ അടിഭാഗം, അൾത്താരയുടെ അടിഭാഗം കൂടി നമുക്ക്, ദേവാലയത്തിൻ്റെ അടിഭാഗം കയറുന്ന സ്റ്റെപ്പ് ഒക്കെ നമുക്ക് ഈ ഒരു ഭൂമിയുടെ അടിയിലായിട്ട് അണ്ടർഗ്രൗണ്ടിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് അവിടേക്കൊന്ന് പോകാം. ആയിരത്തി 1600കളിൽ പണിത ഈ സമ്പാളൂരിലെ ആദ്യ ദേവാലയത്തിൻ്റെ ചരിത്രശേഷിപ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ ഒരു ദേവാലയത്തിൻ്റെ മുഖവാരം അല്ലെങ്കിൽ ആ ഒരു കവാടത്തിന് മുമ്പിലുള്ള ഒരു ഭാഗം എന്ന് നമുക്കൊരു പക്ഷേ ഇതിനെ വിളിക്കാം. നമുക്ക് അവിടേക്ക് നോക്കുമ്പോൾ കാണാം അവിടെ ഒരു കവാടം, കൃത്യമായി ഒരു കവാടവും ഒപ്പം ഒരു സ്റ്റെപ്പും 2 തൂണും അന്ന് നിർമ്മിച്ചിരുന്ന ആ ഒരു തൂണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ വിശുദ്ധ ജോൺ ബ്രിട്ടോ ബലിയർപ്പിച്ച ആ ഒരു അൾത്താര ഇതിൻ്റെ പുറകിലായിട്ടാണ് കൃത്യം വരുന്നത്. അത്തരത്തിൽ ആ ഒരു ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിരുന്നത് ഈ ഒരു വഴിയിലൂടെ ആണ് എന്നതാണ് നമുക്ക് ഇവിടത്തെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു ചരിത്ര ശേഷിപ്പ് ഇന്നും പറയുന്ന ആ ഒരു വസ്തുത ഈ ഒരു ഭൂമിയുടെ പ്രാധാന്യമാണ്.
2 വിശുദ്ധർ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അതുപോലെ തന്നെ വിശുദ്ധ ജോൺ ബ്രിട്ടോ ഈ ദേവാലയത്തിലെത്തി ബലി അർപ്പിച്ചിരുന്നു. വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്ന നാമകരണ നടപടികളിലേക്ക് ആരംഭിക്കാൻ പോകുന്ന ഫാദർ ജോസഫ് കോൺസ്റ്റന്റിൻ ബസ്കി, അതോടൊപ്പം തന്നെ അർണോസ് പാദ്രി, ഇവരെല്ലാം പ്രാർത്ഥനയിൽ ഉയർന്നിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത് ഒക്കെ ഈ ഒരു ദേവാലയത്തിൽ വെച്ചാണ്. പിന്നീട് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദേവാലയവും ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം നശിപ്പിക്കപ്പെട്ടു, മണ്ണ് വന്ന് മൂടി, ഇതെല്ലാം ഭൂമിക്കടിയിലായി. അതിനുശേഷമാണ് വീണ്ടും ഇത് ഖനനം ചെയ്ത് ഈ ചരിത്രശേഷിപ്പുകൾ ഇന്നിവിടെ ഈ കാണുന്ന രീതിയിലേക്ക് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്.